ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്തകളുമായി ഇപ്പോൾ കിട്ടിയത് തുടങ്ങുകയാണ്. ഞാൻ പ്രജിൻ സി കണ്ണൻ. എനിക്കൊപ്പം കേൾപ്പിതരെ സഹായിക്കാൻ സോനാജറി കൂടി ചേരുന്നു. ആദ്യ വാർത്തയിലേക്ക്. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലെത്തി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അഹ്ലൻ മോദി പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ദുബായിൽ നിന്നും അരുൺ പാറാട്ട് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നരേന്ദ്രമോദി UAE-യിൽ എത്തിയിരിക്കുന്നു. വലിയ സ്വീകരണം, ഊഷ്മളമായ സ്വീകരണം പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിച്ചു. ഒപ്പം ഇന്നത്തെ ഇനിയുള്ള പ്രധാനമന്ത്രിയുടെ പരിപാടികൾ അത് എന്തൊക്കെ? ഇതിന് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രാദേശിക സമയം 3 മണിയോടെയാണ് UAE-യിലെത്തിയത്. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഇരുവരും ഖത്തർ ബദൽ കൊട്ടാരത്തിൽ ചർച്ചകൾ നടത്തുകയാണ്. ഇതിനുശേഷം ഇന്ന് പ്രധാനമന്ത്രി അബുദാബിയിൽ അഹ്ലൻ മോദി എന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുക്കും. അബുദാബി സായിദ് സ്പോർട്സ് സിറ്റിയിലാണ് ഈ ഒരു സമ്മേളനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയും അതോടൊപ്പം തന്നെ 150ഓളം പ്രവാസി സംഘടനകളും ചേർന്നാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഇവിടെയുള്ള കലാപരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 800ഓളം പ്രവാസി ഇന്ത്യക്കാരാണ് ഈ ഒരു കലാപരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെ പ്രതീകങ്ങളായി ഉള്ള ഘോഷയാത്രയടക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുക. UAE പ്രസിഡന്റ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. രാത്രി 11 മണിവരെ ഇവിടെ പരിപാടികൾ തുടരും. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ UAE-യിലെ പരിപാടികൾ അതാണ്. നാളെ അദ്ദേഹത്തിന് 2 പരിപാടികളാണ് ഉള്ളത്. രാവിലെ ദുബായ് ഗ്ലോബൽ ഗവൺമെന്റ് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അതോടൊപ്പം തന്നെ അബുദാബി ബാബ്സ് ക്ഷേത്ര സമർപ്പണവും നാളെയാണ്. വൈകിട്ടാണ് സമർപ്പണ ചടങ്ങുകൾ നടത്തുക. വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി നാളെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിലെത്തും. ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ ചടങ്ങ് നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം നാളെ വൈകിട്ട് അദ്ദേഹം ഖത്തറിലേക്ക് തിരിച്ചു പോകും. ശരി, അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. UAE-യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അഹ്ലൻ മോദി ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് നടക്കുക. 800-ലധികം കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. വിശ്വമിത്ര എന്ന പ്രമേയത്തിലുള്ള പ്രത്യേക കലാവിരുന്നിൽ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾ ആവിഷ്കരിക്കും. മലയാളിയായ ശില്പ നായരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. അബുദാബിയിൽ നിന്നും അരുൺ പാറാട്ടിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന അഹ്ലൻ മോദിക്കായി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രാജ്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ പരിപാടിക്കൊപ്പം തന്നെ ഇതിലുള്ള സാംസ്കാരിക പരിപാടി എടുത്തു പറയേണ്ടതാണ്. ഈ സാംസ്കാരിക പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ഒരു മലയാളി എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ശില്പ നായർ, എങ്ങനെയാണ് ഈ സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ വിസ്മയങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ഓക്കെ, നമ്മൾ വിസ്മയങ്ങൾ പറയണില്ല, ബിക്കോസ് അതൊരു സർപ്രൈസ് ആണ്. ഓഡിയൻസിനെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. അപ്പം അതേപോലെ തന്നെ ഞാനൊരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി ഈ ഒരു തീമായിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. വി ആർ റിപ്രസെൻറ്റിങ് എല്ലാ സ്റ്റേറ്റ്സിനെയും റിപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള പെർഫോമൻസസ് ഉണ്ടാവും. അതേപോലെ UAE ഇന്ത്യ ബോണ്ട് ദൃഢമാക്കാൻ വേണ്ടിയിട്ട് മോദിജി എടുത്തിരിക്കുന്ന സ്റ്റെപ്സ് അതും ഇവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ടാവും. അതുമാത്രമല്ല, നമ്മൾ ഒരു വിശ്വമിത്ര എന്ന കോൺസെപ്റ്റ് പ്രധാനമന്ത്രി എല്ലാ രാജ്യങ്ങളിലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന കാരണം നമ്മൾ ഈ വിശ്വമിത്ര എന്ന കോൺസെപ്റ്റ് നമ്മൾ ഇതിൽ കൊണ്ടുവരാണ്. സോ അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് യു ക്യാൻ സീ ദാറ്റ് പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് കമ്മിങ് ഇൻസൈഡ് ആൻഡ് പാർട്ടിസിപ്പൻസ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ആർ ലുക്കിംഗ് ഫോർ എ വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ് ആൻഡ് വെയിറ്റിംഗ് ടു സീ അവർ പ്രൈം മിനിസ്റ്റർ. ഇതിൽ 800ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ അവർ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് പങ്കെടുക്കുന്നത് പറഞ്ഞു. ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് എത്ര കാലത്തെ ഒരു ഒരുക്കങ്ങളാണ് ഇതിന് പുറകിലുള്ളത്? ഓക്കെ, ഞാനൊരു വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. 2015 ഞാൻ ഈ പ്രോഗ്രാം ഞാൻ തന്നെയാണ് ഹെഡ് ചെയ്തത്, കൾച്ചർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. ആ സമയത്ത് എനിക്ക് ഒരാഴ്ച സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞു പ്ലീസ് ഒരു മാസം സമയം തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ I heard Modiji പറയുന്നത് that you are underestimating UAE artist എന്ന് പറഞ്ഞു. സോ ഈ തവണ ആ ഒരു ചാലഞ്ച് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി തന്നെയാണ് ഈ പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. സോ വി ഗോട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 3 വീക്സ് ആണ് നമുക്ക് ശരിക്കും കിട്ടിയത്. ബട്ട് അഗെയിൻ നമുക്ക് മഴയൊക്കെ ഉള്ള കാരണം നമുക്ക് പ്രാക്ടീസ് അധികം നമുക്ക് സ്റ്റേജ് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് വി ആർ ഗോയിങ് ടു ഡു എ റിയലി വണ്ടർഫുൾ ഷോ. because it's all well rehearsed and the participants also are very excited ആയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. More than hard work, it is more of enjoyment to do this because we are doing this for our Prime Minister.
തീർച്ചയായും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അഖിലൻ മോദിക്കായി ഉള്ളത്. കാത്തിരിക്കുകയാണ് പ്രവാസ ലോകം. അബുദാബിയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. തൃശൂർ മുള്ളൂർക്കര അകമലയിൽ തീപിടുത്തം. അകമല പെട്രോൾ പമ്പിന് സമീപത്താണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴും സൂരജ് സജി നൽകും തൃശൂരിൽ നിന്നും അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. സൂരജ്, ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഈ പെട്രോൾ പമ്പൊക്കെ അടുത്താണെന്ന് പറയുന്നു. ഈ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? പ്രജിന്, ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഈ അകമലയിലാണ് ഇത്തരത്തിൽ ഈ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ അതായത് ആദ്യഘട്ടത്തിൽ അകമലയിലെ ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പിന്നാലെ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിച്ചതോടെയാണ് നാട്ടുകാർ തന്നെ വനംവകുപ്പിന് വിവരം അറിയിക്കുന്നത്. വനംവകുപ്പിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് എല്ലാം എത്തി ഇപ്പോൾ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. തീ നിയന്ത്രണ വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്നാൽ പോലും അല്പസമയത്തിനകം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് അതുപോലെ തന്നെ ഫയർഫോഴ്സും അറിയിക്കുന്നത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം നിലവിൽ അകമലയിൽ തുടരുകയാണ്. പ്രജിത്ത്, ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ കൊട്ടിയൂരിൽ നിന്ന് പിടികൂടിയ കടുവയെ ഉടൻ തുറന്നുവിടില്ല. വനത്തിൽ തുറന്നുവിടാനുള്ള ആരോഗ്യം കടുവയ്ക്കില്ലെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. വെറ്ററിനറി ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും. അരുൺ പൂപ്പറമ്പ് നൽകും കണ്ണൂരിൽ നിന്നും പുതിയ വിവരങ്ങൾ. അരുൺ, നിലവിൽ കടുവയ്ക്ക് എന്താണ് ആരോഗ്യ പ്രശ്നമായി പറയുന്നത്? ഒപ്പം തന്നെ എപ്പോഴായിരിക്കും കടുവയെ വനത്തിൽ തുറന്നുവിടാൻ സാധിക്കുക? ഇപ്പോൾ ആറളത്തെ വനംവകുപ്പിന്റെ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലാണ്. വെറ്റിനറി ഡോക്ടേഴ്സിന്റെ വിദഗ്ധ സംഘം ഈ ആനയെ കടുവയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ അന്തിമ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഈ കടുവയെ എന്ത് ചെയ്യണം, ഇതിന്റെ തുടർ നടപടി സംബന്ധിച്ച് വനംവകുപ്പ് ഒരു തീരുമാനത്തിലേക്ക് എടുക്കൂ. നിലവിൽ വനത്തിലേക്ക് തുറന്നുവിടേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് വനംവകുപ്പ് ഉള്ളത്. കാരണം പൂർണ്ണ ആരോഗ്യവാനല്ല ഈ കടുവ എന്ന പരിശോധനയ്ക്ക് ശേഷം അങ്ങനെയുള്ള ഒരു നിഗമനത്തിലേക്കാണ് വനംവകുപ്പ് എന്തായാലും എത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കമ്പിവേലിയിൽ കുടുങ്ങിയ ഘട്ടത്തിൽ ഈ കടുവക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ പരിക്ക് സാരമുള്ള പരിക്കായി കണ്ടിരുന്നില്ല. എന്നാൽ ഈ ഉൾവനത്തിലേക്ക് ഇറക്കിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് എടുത്തിട്ടുള്ള തീരുമാനം അങ്ങനെയാണ്. എന്തായാലും ഡോക്ടേഴ്സിന്റെ വിദഗ്ധ പരിശോധന റിപ്പോർട്ട് എന്താണ് സംബന്ധിച്ചായിരിക്കും പിന്നീട് വനംവകുപ്പിന്റെ തീരുമാനമുണ്ടാകുക. എന്തായാലും ഇപ്പോൾ ആറളത്തെ വനംവകുപ്പിന്റെ കേന്ദ്രത്തിൽ ഈ കടുവ നിരീക്ഷണത്തിലാണ്. ഇന്ന് നമുക്കറിയാം, രാവിലെ ഈ ജനവാസ മേഖലയായിട്ടുള്ള പന്ന്യാമലയിൽ ഈ കൃഷിയിടത്തിലെ ഒരു കമ്പിവേലിയിലാണ് ഈ കടുവ കുടുങ്ങിയത്. പിന്നീട് ഏറെ നേരത്തെ ദൗത്യത്തിന് ശേഷമാണ് വനംവകുപ്പ് മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടിയത്. മറ്റ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. കമ്പിവേലിയിൽ കുടുങ്ങിയത് ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി മയക്കുവെടി വെക്കാൻ സാധിച്ചു. കൃത്യ ഇടവേള, അതായത് മയങ്ങിയ ഇടവേളയ്ക്ക് ശേഷം ഈ കൂട്ടിലേക്ക് മാറ്റി പിന്നീട് അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. സ്ഥിരമായി വന്യമൃഗങ്ങളുടെ ശല്യം അവിടെയുണ്ട്. ആന, കടുവ ഉൾപ്പെടെ അവിടെ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കടുവയെ പിടികൂടിയെങ്കിലും വനാതിർത്തിയോട് ചേർന്ന മേഖലയാണ്. മറ്റു മൃഗങ്ങളും സ്ഥിരമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നാട്ടുകാർ അത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എത്തി അത്തരത്തിലുള്ള ചില ആശങ്കകൾ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കടുവയെ വനത്തിൽ ഇറക്കി വിടരുത്, മൃഗശാലയിലേക്ക് ഉൾപ്പെടെ മാറ്റുന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഇനി എന്തായാലും ഈ ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് ലഭിച്ചാൽ ഈ കടുവയെ എന്ത് ചെയ്യണം എന്നെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തും. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് SFI ബോർഡ് സ്ഥാപിച്ചതിനെതിരെ ABVP പരാതി നൽകി. ചാൻസലറായ ഗവർണർക്കാണ് പരാതി നൽകിയത്. ഹിറ്റ്ലറുടെ തന്ത്രങ്ങൾ നടപ്പാക്കുന്നവർക്ക് ഹിറ്റ്ലറുടെ ഗതി വരും എന്നായിരുന്നു ബോർഡ്. SFI യൂണിറ്റ് കമ്മിറ്റിയാണ് ആ ബോർഡ് സ്ഥാപിച്ചത്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, നേരത്തെ ബാനർ യുദ്ധം ഉണ്ടായിരുന്നു SFIയും ABVPയും തമ്മിൽ അവിടെ ക്യാമ്പസിൽ. പക്ഷേ ഇപ്പോൾ ഇത് SFIയുടെ ഒരു ബോർഡ്, അത് പ്രധാനമന്ത്രിക്കെതിരെയാണ്. ABVP പരാതി നൽകുന്നത് പക്ഷേ ഗവർണർക്കാണ്. എന്താണ് സംഭവം?
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മുന്നോടിയായി ക്യാമ്പസിനകത്ത് SFI വിവിധങ്ങളായിട്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ 2 ബോർഡുകൾക്കെതിരെയാണ് നിലവിൽ ABVP പരാതിയുമായി വൈസ് ചാൻസലറെ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഒരു ബോർഡിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർട്ടൂൺ വരച്ച് അതിൽ ഒരു സ്ത്രീ അദ്ദേഹം കെട്ടിത്തൂക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് വെച്ചിരിക്കുന്നത്. മറ്റൊരു ബോർഡിലുള്ളത് ഹിറ്റ്ലർ നരേന്ദ്രമോദിയെ കയ്യിൽ താമരയുള്ള നരേന്ദ്രമോദിയെ എടുത്തു പൊക്കുന്ന ഒരു ദൃശ്യം. അതിന് താഴെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹിറ്റ്ലറുടെ തന്ത്രങ്ങൾ നടപ്പാക്കുന്നവർ ഹിറ്റ്ലറുടെ ഗതി വരുമെന്ന് എഴുതിയ ഒരു ബോർഡുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ 2 ബോർഡുകൾക്കെതിരെയാണ് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ABVP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിലവിൽ VCക്ക് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് VCക്കാണോ പരാതിയല്ല ചാൻസലർ കൂടിയായ ഗവർണർക്കാണോ പരാതി നൽകിയിരിക്കുന്നത്? നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VCക്കാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പരാതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് പരാതി നൽകാനുള്ള നീക്കം ABVP നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം മേലുകാവ് പഞ്ചായത്ത് ഓഫീസിലെ ടൈലുകൾ പൊട്ടിത്തെറിച്ചു. 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് ഓഫീസിലാണ് സംഭവം. പൊട്ടിത്തെറിയുണ്ടായപ്പോൾ 2 പേർ ഓഫീസ് മുറിയിലുണ്ടായിരുന്നു. എന്നാൽ ആർക്കും പരിക്കില്ല. 6ഓളം ടൈൽ പാളികൾ ശബ്ദത്തോടെ പൊട്ടുകയായിരുന്നു. മേഖലയിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടാണ് ടൈലുകൾ പൊട്ടിയതിന് കാരണം എന്നാണ് നിഗമനം. ടോബി ജോൺസൺ നൽകും കോട്ടയത്ത് നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ടോബി, എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാവുന്നുണ്ട്. അതിൽ ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകുന്നുണ്ടോ അധികൃതർ? ശാസ്ത്രീയ പരിശോധനകൾ എന്തായാലും നടക്കേണ്ടതുണ്ട്. നിലവിലെ ഒരു അനുമാനം പ്രകാരം ഇത് ചൂട് കൂടിയതിനെ തുടർന്ന് ടൈലുകൾ പൊട്ടിയതാണ് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പഞ്ചായത്ത് ഓഫീസിന്റെ 2ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് ഓഫീസിന്റെ ടൈലുകൾ പൊട്ടിത്തെറിച്ചത്. ഉഗ്രമായിട്ടുള്ള ശബ്ദത്തോടു കൂടിയാണ് ടൈലുകൾ പൊട്ടിയത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആകപ്പാടെ ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ചൂട് കൂടിയതിനെ തുടർന്ന് ഈ ടൈലുകൾ പൊട്ടിയതാണ് എന്നുള്ളതാണ്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ചാലക്കുടി വെള്ളിക്കുളങ്ങരയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് തീയിട്ടു. HML പ്ലാന്റേഷൻ പരിസരത്ത് പരിശോധനയ്ക്കെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനമാണ് കത്തിച്ചത്. വാഹനം തീയിട്ടവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. സൂരജ് സജ്ജി തൃശ്ശൂരിൽ നിന്ന് നൽകുന്ന അതിന്റെ കൂടുതൽ വിവരങ്ങൾ. സൂരജ്, എന്താണ് സംഭവിച്ചത്? ആരാണ് തീയിട്ടതെന്ന് വ്യക്തമല്ല. പക്ഷേ എന്തെങ്കിലും സൂചനകൾ? എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? പ്രജിൻ, ഈ ചാലക്കുടി ഭാഗത്ത്, അതായത് കുതിരവളവ് ഭാഗത്ത് HML പ്ലാന്റേഷൻ ഉണ്ട്. ആ ഭാഗത്ത് ഇന്ന് തിരച്ചിലിനെത്തിയതായിരുന്നു ഈ വനംവകുപ്പ് വാച്ചർമാരായിട്ടുള്ള ജയൻ, ഷൈജു, അതോടൊപ്പം തന്നെ നിഖിൽ എന്ന് പറയുന്ന ഈ 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ബൈക്കുകളാണ് ഈ തീയിട്ട് നശിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഇത് തീവ്രത്വമാണ് എന്ന് കരുതിയിരുന്നെങ്കിൽ പോലും പിന്നീടാണ് ഇതിനകത്ത് ഒരു അട്ടിമറി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ച് അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തുകയാണ്. ഈ ബൈക്കുകൾ തീ നശിപ്പിച്ചതാണ് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. പ്രജിത്ത്, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഒറ്റപ്പെട്ട ചില തെറ്റുകൾ ഉയർത്തിക്കാട്ടി സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ നീക്കുമെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. സഹകരണ മേഖല സംസ്ഥാനത്തിന് കീഴിൽ വരുന്ന വിഷയമാണ്. എന്നാൽ ഭരണഘടന പാലിക്കാതെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സൊസൈറ്റികൾ ഉണ്ടാക്കിയത് കേന്ദ്രത്തിന്റെ തെറ്റായ തീരുമാനമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കെതിരെ ആരോപണം ഉയർത്തിയവർ നാണം കെട്ടെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി ഒന്നും കിട്ടാതെ തിരിച്ചുപോയെന്നും VN വാസവൻ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ മുഖ്യമന്ത്രി ആ വേദിയിൽ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. മാറുമറക്കാനുള്ള സമരം, ജാതിഭേദങ്ങൾക്കതീതമായ പ്രീതി വിവാഹം, പ്രീതിഭോജനം, ഇതെല്ലാം ജനകീയ പ്രക്ഷോഭങ്ങളായിരുന്നു. വിഗ്രഹാരാധനക്ക് പോലും എതിരായി അക്കാലത്ത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ മഹാഗുരു ഇടപെട്ടിരുന്നു. അന്നത്തെ കാലം ആ വിധത്തിലുള്ള ഉൽപ്പതിഷ്ഠത്വം നിറഞ്ഞ ഒരു സാമൂഹിക നവോത്ഥാനകാരന് ജന്മം നൽകി എന്നത് ഇന്ന് പലർക്കും ചിന്തിക്കാൻ കഴിയുന്നതല്ല. ചൂഷണവും
പീഡനവും അനുഭവിച്ച തൊഴിലാളികളുടെ സമരപ്പന്തലിൽ പോയി അനുഭാവം പ്രഖ്യാപിക്കാൻ വരെ തയ്യാറായ വാഗ്ബടാനന്ദൻ ആത്മീയവാദിക്കൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ആത്മവിദ്യാസംഘം സമുദായ സംഘടനയാകാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. സംഘടനയുടെ വളർച്ചയ്ക്ക് സമുദായ പിന്തുണ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കണം. തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. കർഷക സംഘടനകളുടെ ഡൽഹി ചെലോ മാർച്ചിനിടെ വ്യാപക സംഘർഷം. ശംഭു ജിന്ദ് അതിർത്തികളിൽ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. കർഷകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. കുരുക്ഷേത്രയിൽ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് തള്ളിമാറ്റി. കർഷകരെ കസ്റ്റഡിയിലെടുക്കുന്നത് തുടരുകയാണ്. ഇപ്പോഴും കർഷകർക്ക് പിന്തുണയുമായി കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ചരിത്ര ദിനമെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. നിതിൻ അംബുജൻ നൽകും സിംഗു അതിർത്തിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. നിതിൻ, നിലവിൽ എന്താണ് അവസ്ഥ? കർഷകർ കൂട്ടമായി എത്തുന്നുണ്ട് അതിർത്തിയിലേക്ക്, അവരെ കയറ്റി വിടുന്നില്ല, പക്ഷേ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചൊക്കെ തടയുന്നുണ്ട്. പക്ഷേ അപ്പോഴും മറ്റ് വഴികളിലൂടെയൊക്കെ കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നു. നിലവിലെ സ്ഥിതി എന്താണ്? പ്രജിൻ, സാധ്യമായ വഴികളിലൂടെയെല്ലാം തന്നെ ഡൽഹിയിലേക്ക് എത്താനുള്ള ശ്രമം കർഷകരുടെ ഭാഗത്തും തുടരുകയാണ്. ശംഭു അതിർത്തിയിലും കുരുക്ഷേത്രയിലുമാണ് പോലീസുമായി സംഘർഷമുണ്ടായത്. ഏറെ നേരം പോലീസുമായി കർഷകർ ഏറ്റുമുട്ടി. പോലീസ് ഒരുക്കിയ ഈ ബാരിക്കേഡുകളെല്ലാം തന്നെ മറികടന്ന് കർഷകർ ഈ മാർച്ചുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കാൽനടയെത്തിയ കർഷകർക്ക് നേരെയാണ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. മണിക്കൂറുകളോളം ശംഭു അതിർത്തിയിൽ പോലീസും കർഷകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കുരുക്ഷേത്രയിലും പോലീസിന്റെ ബാരിക്കേഡുകൾ കർഷകർ നീക്കി. എന്തായാലും സിംഗു അതിർത്തിയിൽ ഇപ്പോൾ കനത്ത സുരക്ഷ ഒരുക്കി പോലീസ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം തീർത്തിരിക്കുകയാണ്. മുള്ളുവേലികൾ സ്ഥാപിച്ചുമാണ് പോലീസിന്റെ പ്രതിരോധം. എന്തായാലും ഒരു പക്ഷേ കർഷകർ മാർച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഏതാണ്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോട് മാത്രമേ സിംഗു അതിർത്തിയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. സിംഗുവിൽ നിന്നും ഏതാണ്ട് 216 കിലോമീറ്റർ അകലെയാണ് നിലവിലിപ്പോൾ കർഷകർ സംഘടിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും മറ്റു വഴികളിലൂടെ കർഷകർ സിംഗുവിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ കടക്കാനുള്ള സാധ്യത കൂടി പോലീസ് ഇപ്പോൾ കണക്കുകൂട്ടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലുള്ള സുരക്ഷാ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും സ്വീകരിച്ചു വരുന്നത്. ശരി, നിതിൻ അംബുജനാണ് സിംഗു അതിർത്തിയിൽ നിന്നും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. ഒമാനിൽ കനത്ത മഴയ്ക്കിടെ ഒഴുക്കിൽപ്പെട്ട് മലയാളി മരിച്ചു. ആലപ്പുഴ സ്വദേശിയാണ് മരിച്ചത്. ഒമാനിലെ ഷർഖിയ ഗവർണറേറ്റിലെ ഇബ്ര മേഖലയിലാണ് സംഭവം. വിവരങ്ങളുമായി അരുൺ പാറട്ട് അബുദാബിയിൽ നിന്നും ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ മഴ ഗൾഫ് മേഖലയിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു ദുരന്ത വാർത്തയാണ്. ഈ മരിച്ചത് ആലപ്പുഴ സ്വദേശിയാണെന്ന് പറയുന്നു. അത് ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? വിവരങ്ങൾ? തീർച്ചയായും പ്രജിൻ, ഒമാനിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഒഴുക്കിൽപ്പെട്ടാണ് ഇപ്പോൾ ഒരു മലയാളിയുടെ മരണവാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശിയായ അബ്ദുൾ വാഹിദാണ് മരിച്ചത്. അദ്ദേഹത്തിന് 28 വയസ്സായിരുന്നു. ഷർഖിയ ഗവർണറേറ്റിലെ ഇബ്ര മേഖലയിലാണ് സംഭവം നടന്നത്. ഇവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഈ അബ്ദുള്ള വാഹിദ് ടൂറിൽ പോയി മടങ്ങി വരുന്ന വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലാണ്. നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ഒമാനിൽ ഞായറാഴ്ച മുതലാണ് ശക്തമായ മഴ തുടരുന്നത്. ഇന്നലെ തന്നെ ഒമാനിൽ ഒഴുക്കിൽപ്പെട്ട 3 കുട്ടികളെ കാണാതായിരുന്നു. ഇതിൽ 2 കുട്ടികളുടെ മൃതദേഹം ഇന്നലെ വൈകിട്ട് കണ്ടെത്തുകയും കാണാതായ ഒരു കുട്ടിയുടെ മൃതദേഹം ഇന്നലെ അർദ്ധരാത്രി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതോടെ ഒമാനിൽ ഈ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 4 ആയിട്ടുണ്ട്. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിലെ വിദ്യാലയങ്ങൾക്കെല്ലാം ഇന്നും അവധിയാണുള്ളത്. ദോഫാർ, മുസണ്ടം, അൽബുസ്ത ഗവർണറേറ്റ് ഒഴികെയുള്ള ഗവർണറേറ്റുകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ വരെ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അരുൺ, മറ്റിടങ്ങളിൽ മറ്റ് പ്രൊവിൻസുകളിലൊക്കെ അവസ്ഥ എന്താണ്? ഒമാനിൽ മാത്രമാണോ മഴ? മറ്റിടങ്ങളിലൊക്കെ മഴയുണ്ടോ ഇതുപോലെ? യുഎയിലും ഇന്നലെ വരെ ശക്തമായ മഴയായിരുന്നു. എന്നാൽ യുഎയിൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മഴ ശമിച്ച അവസ്ഥയിലാണ്. ജനജീവിതമെല്ലാം സാധാരണ നിലയിലാണ്. ഇന്ന് സ്കൂളുകൾക്കെല്ലാം വിദൂര പഠന സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വിദൂര തൊഴിൽ സംവിധാനമാണ് ഇന്നും തുടരുന്നത്. എന്നാൽ ഇന്ന് ഇതുവരെ യുഎയിൽ മഴ പെയ്തിട്ടില്ല.
ശരി, അരുൺ പാറട്ടാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവച്ചത് അബുദാബിയിൽ നിന്നും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. പാലക്കാട് കഞ്ചിക്കോട് വെച്ചാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. കഞ്ചിക്കോട്ടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. നിഖിൽ പ്രമേഷ് നൽകും പാലക്കാട് നിന്ന് വിവരങ്ങൾ. നിഖിൽ, വിശദാംശങ്ങൾ. പ്രതിന് അല്പസമയം മുൻപ് കോയമ്പത്തൂർ വിമാനത്താവളം വഴി കഞ്ചിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുമ്പോഴായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. കഞ്ചിക്കോട് വെച്ചായിരുന്നു പ്രതിഷേധം. കനത്ത പോലീസ് സുരക്ഷ ഈ മേഖലയിൽ ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ പലയിടങ്ങളിലായി പതുങ്ങിയിരുന്ന പ്രവർത്തകർ ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മേലേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. SFI ജില്ലാ പ്രസിഡന്റ് അരുൺ ദേവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മുഴുവൻ പേരെയും ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ ഗവർണറുടെ പരിപാടി അഹല്യ ക്യാമ്പസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം തൃശ്ശൂരിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. പാലക്കാട് നിന്ന് മടങ്ങുന്നതിനിടെയും അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് SFI പ്രവർത്തകർ അറിയിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വാർ റൂം ഒരുക്കി കോൺഗ്രസ്. M ലിജു ആണ് KPCCയിലെ വാർ റൂം ചെയർമാൻ. പാർട്ടി ഏകോപനവും കോൺഗ്രസിന്റെ സന്ദേശങ്ങൾ പ്രവർത്തകരിൽ എത്തിക്കുകയുമാണ് ലക്ഷ്യം. സലീം മാലിക് നൽകും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ. സലീം, എന്താണ് വാർ റൂം, എങ്ങനെയായിരിക്കും അതിന്റെ പ്രവർത്തനം? പ്രജിൻ, ദേശീയ തലത്തിൽ കോൺഗ്രസ് തയ്യാറാക്കിയ വാർ റൂമിന് ഏറെക്കുറെ സമാനമായ നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനായി കേരളത്തിൽ വാർ റൂം തയ്യാറാക്കുകയാണ്. അത് പ്രവർത്തിക്കുക KPCC ആസ്ഥാനത്ത് തന്നെയാകും. M ലിജു KPCCയിലെ വാർ റൂമിന്റെ ചെയർമാനായി പ്രവർത്തിക്കും. മാത്രമല്ല പ്രധാനമായും 8 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് ഏകോപിപ്പിക്കും എന്നുള്ളതാണ് KPCC അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ ഏകോപനവും ഒപ്പം കോൺഗ്രസിന്റെ സന്ദേശം പ്രവർത്തകരിൽ എത്തിക്കുക എന്നുള്ളതാണ്. കൂടാതെ തന്നെ മീഡിയ ഏകോപനം, നിയമസഹായ സംവിധാനം, പരിശീലനം, നയഗവേഷണ വിഭാഗം തുടങ്ങിയവയും. ശരി, അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് കോൺഗ്രസ് ആ രീതിയിൽ. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുന്നു.